ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുവാനായിട്ട്. ഞങ്ങൾ ഇത് മിഷൻ സഹാസിറ്റിയുടെ ഒരു പുതിയ ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ദൈവസന്നിധിയിൽ ദൈവാത്മാവിൽ ചിന്ത തോന്നിയ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അങ്കിളോട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടതിന്റെ ബേസിസിലാണ് നമ്മളിങ്ങനെ ഒരു ചാറ്റ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ് എന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കത് കൂടുതൽ അറിയാൻ വേണ്ടി അങ്കിളുമായിട്ട് അല്പസമയം ഇരിക്കാന്ന് വിചാരിച്ചത്. ഇതൊരു ചാറ്റാണ്, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവവചനങ്ങൾ ഷെയർ ചെയ്യുകയും അതിനെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സംസാരമാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ എൻ്റെ ഒരു അങ്കിളുമായിട്ട് എനിക്ക് സംസാരിക്കുവാൻ താല്പര്യമുള്ള ആ ടോപ്പിക് എന്ന് പറയുന്നത് കർത്തൃമേശയെ സംബന്ധിച്ചിടത്താണ്. ഈ കർത്തൃമേശ എന്ന് പറയുന്നത് ലോർഡ് ടേബിൾ, ലോർഡ് സപ്പർ എന്നൊക്കെയുള്ളത് നമുക്ക് എല്ലാവർക്കും, വിശ്വാസികളായിട്ടുള്ളവർക്ക് വളരെ പരിചയമുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം. അതറിയാത്ത ഒരാളെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയാൻ പറ്റില്ല 100%. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ക്രിസ്ത്യാനിറ്റിയിൽ ഈ ലോർഡ് ടേബിൾ, ലോർഡ് സപ്പർ എന്ന് പറഞ്ഞത് ഒരു റിച്വൽ പ്രോസസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാവരും അതിനെ ആ രീതിയിൽ കാണുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. വിശ്വാസികളായിട്ടുള്ളവർക്ക് തന്നെയും ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് പിന്നോട്ടുള്ള കാലഘട്ടം നോക്കുമ്പോൾ അത് തന്നെയാണ്. എന്നാൽ പ്രസന്റ്ലിയും അതൊരു വലിയൊരു ചലഞ്ചായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ലോർഡ്സ് ടേബിൾ, ലോർഡ് സപ്പർ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഫേസ് എന്ന് പറയുന്നതാണ് അല്പനേരം നമ്മൾ ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ കർത്താവ് ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന ആ യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ വേണ്ടി. സോ എന്താണ് ലോർഡ്സ് ടേബിൾ അല്ലെങ്കിൽ ലോർഡ് സപ്പർ? അതിന് ആ ഒരു പോയിന്റ് എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? റോഷൻ പറഞ്ഞതുപോലെ വളരെ കാര്യപ്രശസ്തമായ ഒരു ചോദ്യമാണ് ഇട്ടത്. ഞാനൊരു ജാതീയമായ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നൊരു വ്യക്തിയാണ്. നാമധേയ ക്രിസ്ത്യത്വം എന്ന് പറയുന്ന അവസ്ഥയിൽ ചെയ്തുകൊണ്ടിരുന്ന ചില കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. ആ കർമ്മങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഇതിന് ഏതെങ്കിലും പിൻബലമുണ്ടോ, ദൈവവചനത്തിന്റെ അടിസ്ഥാനമുണ്ടോ എന്നുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി നിത്യജീവന്റെ അവകാശിയായി വീണ്ടും കൽപ്പനകളെ അനുസരിച്ചു വേർപെട്ട ഒരു കൂട്ടായ്മയിൽ ദൈവത്തെ ആരാധിച്ചു ജീവിക്കാൻ തക്കോണം ഇടയാന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് കുറച്ച് അറിയണമെന്നൊരു വചനത്തിൽ ആ കാര്യങ്ങളെ അത് പാരായണം ചെയ്തുകൊണ്ട് ഗ്രഹിക്കാൻ തക്കണം ഇടയായത്. അതിൽ നിന്ന് ഗ്രഹിക്കുവാൻ തക്കണം ഇടയായെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ആഴ്ചവട്ടത്തെ 1-ാം നാൾ കർത്താവിന്റെ ഉയർപ്പിൻ്റെതായ ആ ഓർമ്മയെ പുതുക്കുന്ന ആ 1-ാം നാളിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ അവിടെ മേശ കാണുന്നുണ്ട്. മേശമേൽ പാനപാത്രവും പാത്രത്തിൽ അപ്പവും കാണുന്നുണ്ട്. അതൊരു ശുശ്രൂഷയായിട്ട് സഭയിലെ മൂപ്പന്മാരോ അല്ലോ മറ്റാരെങ്കിലോ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് പങ്കാളിയാകുന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിലുള്ളതായ ആരാധനാ കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്, അത് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ രണ്ട് റോഷൻ ചോദിച്ചതിൻ്റെതായ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ മേശ എന്താണെന്നും കർത്താവിന്റെ അത്താഴം എന്താണെന്നും കർത്തു ദിനം എന്താണെന്നും ഇങ്ങനെ 3 കർത്താവിനോട് ബന്ധപ്പെട്ട് കുര്യാക്കോസ് എന്ന് പറയുന്ന അവസ്ഥയിൽ 3 കാര്യങ്ങളാണ് കർത്താവിന്റെ എന്ന് പറയുന്ന അവസ്ഥയിലുള്ളത്. ഒന്ന് കർത്തു ദിനം, കർത്താവിന്റെ മേശ, കർത്താവിന്റെ അത്താഴം. അപ്പോൾ ഈ 3 കാര്യങ്ങളും 3 തന്നെയാണ് ബൈബിളിൽ കാണുന്നത്. അതിൽ മേശയുള്ളതായ ബന്ധത്തിലുള്ളതായ കാര്യം 1 കൊരിന്ത്യർ 10-16 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഗ്രഹിക്കാൻ തക്കനോടെയാവുന്നു. അതൊന്ന് റോഷൻ വായിക്കുന്നത് നന്നായിരിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യം. 16ഉം 17ഉം വായിച്ചു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ?
നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികൾ ആകുന്നുവല്ലോ. അവിടെ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പോ റോഷൻ അത് വായിച്ചു. അതിൽ നിന്ന് ഉദിക്കുന്ന ചോദ്യം എന്താണ്? അതിൽ നിന്ന് ചോദ്യം ഉദിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ട്. അതായത് നമ്മൾ സാധാരണ അപ്പവും വീഞ്ഞും എന്നാണ് പറയുന്നത്. അതായത് ആദ്യം ശരീരം അപ്പവും, അല്ലെങ്കിൽ രണ്ടാമതാണ് പാനപാത്രത്തിനാണ് സ്വതം ചെയ്തത് കാണുന്നത്. എന്നാൽ ഇവിടെ ഇത് തിരിച്ചാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പറയണം. ഇപ്പോ മേശയുള്ളതായ ബന്ധത്തിൽ ആദ്യം പാനപാത്രം കടന്നു വരുന്നുണ്ട്. അതെ. രണ്ടാമതാണ് അപ്പത്തെ കാണിക്കുന്നത്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം എന്ന് അവിടെ കാണുന്നത്, ആദ്യം കാണുന്നത്. അതെ. എന്നാൽ 15-ാം അധ്യായത്തിൽ കർത്താവിന്റെ അത്താഴം, ലോർഡ് സപ്പർ എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ ആദ്യമായി വായിക്കുന്നത് അപ്പമാണ്. അത് വായിക്കുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ഒരു മുഖവുരയായിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. നമ്മൾ ഇതിനുള്ള ബന്ധത്തിൽ ഇനി ശരിക്കും ഓരോ ഭാഗങ്ങളും ആഴമായിട്ട് ചിന്തിക്കാൻ തക്കവണ്ണം ഇടയാകാൻ സാധ്യതയുള്ളതായ കാര്യമായതുകൊണ്ടാണ് മുന്നോടിയായിട്ട് ഈ ഒരു വിധത്തിൽ ഈ കാര്യത്തോട് നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ നേരത്ത് കർത്താവിന്റെ മേശ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇവിടെ ഈ 10 അധ്യായം നിൽക്കുന്നത്. അത് നമ്മൾ തുടർമാനമായിട്ട് വായിക്കുമ്പോൾ അറിയാൻ തക്കവണ്ണം സാധിക്കും. നിങ്ങൾ ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും നിങ്ങൾക്ക് പങ്കാളികളാകാൻ പാടില്ല. ഭൂതങ്ങളുടെ പാനപാത്രവും കർത്താവിന്റെ പാനപാത്രത്തിൽ നമുക്ക് പങ്കാളിയാകാൻ പാടില്ല. ആ ഭൂതങ്ങളുടെ പാനപാത്രത്തിന് ഭൂതങ്ങളെ പൂജിച്ചുകൊണ്ട് പൂജം കൊണ്ട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷ ചെയ്യാണ്. അത് ഭൂതങ്ങളോടുള്ള ബന്ധത്തിൽ ആ ഭൂതത്തിൻ്റെതായ ചുറ്റുപാടുകൾ, ഇപ്പൊ ലോകത്തിന്റെ കർത്താവ് പറഞ്ഞു ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് സാത്താനാണെന്ന് പറയുന്നത്. ഈ സാത്താനോട് ബന്ധപ്പെട്ടാണ് ഭൂതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മാനദണ്ഡത്തെയാണ് ഈ ഭൂതങ്ങളുടെ പാനപാത്രം എന്ന് പറയുന്നത്. റോമാലേഖനം 12 വായിക്കുന്നത്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദമുള്ള ദൈവവിധം തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുക. അതിന് മുകളിലൊരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് ലഭിച്ച കൃപ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള ആരാധനയായി സമർപ്പിപ്പിൻ. ജീവനുള്ള ആരാധന, നമ്മളുടെ ശരീരങ്ങളെ നമ്മളൊരു ആരാധനയായിട്ട് സമർപ്പിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് ഇവിടെയും കാണുന്നത്. അങ്ങനെയുള്ള ജീവിത പശ്ചാത്തലമാണ് ഈ മേശ എന്ന് പറയുന്നത്. അതിൽ ആദ്യം നമ്മൾ നേടിയതായ ആ രക്ഷയെ നമ്മിലൂടെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നതായ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പോൾ ഒരു ചോദ്യം ഇപ്പൊ ഉദിക്കും. സാധാരണ അത് എനിക്ക് ഉദിച്ചുള്ള കാര്യം തന്നെയാണ്. അതിപ്പോ അത് റോഷൻ ചോദിക്കാൻ തക്കൊണ്ടും പറ്റും. അപ്പൊ ഈ കൂട്ടായ്മ എന്ന് കാണിക്കുന്നത് എന്തിന്റെ കൂട്ടായ്മ? രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ കൂട്ടായ്മയാണോ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതായ അവസ്ഥയിൽ ലഭിച്ചതായ കൂട്ടായ്മയുടെ ഒരു പുതുക്കത്വം ചെയ്യുകയാണോ എന്നുള്ള കാര്യം ചോദ്യം ഉദിക്കും. അല്ലേ? ആ ചോദ്യം ഉണ്ടാവില്ലേ? അപ്പോ അവിടെ നമ്മളെ ചിന്തിക്കണം. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു കൂട്ടായ്മയാണെങ്കിൽ ഈ കർത്താവിന്റെ ഈ അത്താഴവും അപ്പവും വീഞ്ഞ് കഴിക്കാൻ നേരത്തെ അവൻ രക്ഷിക്കപ്പെടുന്നുള്ളതായിരുന്നു വരും. രക്ഷിക്കപ്പെട്ടവരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്ക് പിന്നെ എന്താ കൂട്ടായ്മ ഉള്ളത്? ഇതിന്റെ ഒറിജിനൽ ഭാഷയിൽ കൊനോനിയ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിന്റെ ഒറിജിനൽ ഭാഷയിൽ എടുത്തിരിക്കുമ്പോൾ അതിന്റെ വെച്ചാല് നമ്മൾ സപ്പോർട്ടിങ് എന്ന്, കർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആള് ശുശ്രൂഷ ചെയ്യുന്ന പറയണം. എന്നുവെച്ചാല് ഇപ്പൊ ഒരു ഉദാഹരണം കൂടി പറയാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പത്രോസിന്റെ കാല് കഴുകുന്നതുള്ളതായ ബന്ധത്തിൽ എല്ലാ ശിഷ്യന്മാരെയും കർത്താവ് കാല് കഴുകുമ്പോൾ പത്രോസിന്റെ കാല് കഴുകാൻ തക്കവണ്ണം താൻ മുതിർന്ന വേളയിൽ പത്രോസ് അമാന്തിക്കുന്നുണ്ടത്, എന്റെ കാല് കഴുകിട്ടാന്ന് പറഞ്ഞു. ആ താൻ അമാന്തിക്കുന്നത് താൻ ഗുരുവിനാൽ ഞാൻ കാല് കഴുകുക എന്ന് പറയുമല്ലോ. സാധാരണ കാല് കഴുകുന്ന ശുശ്രൂഷ ചെയ്യുന്ന യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ചിട്ട്
ഒരു സർവന്റ്, ഒരു കുടുംബത്തിലെ ഏറ്റവും അവിടെ ആ കുടുംബത്തില് സർവന്റ് ആയിട്ടുള്ളതായ ഒരു വേലക്കാരൻ ചെയ്യുന്ന ശുശ്രൂഷയാണത്. കടന്നു വരുന്ന ആളായ എന്താണ് വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റിനെ കാല് കഴുകി അകത്തോട്ട് ചേർക്കാന്ന് പറയുന്നത് ആ ഗസ്റ്റിന്റെ ഹോസ്റ്റിന്റെ വീട്ടിലെ വേലക്കാരി ചെയ്യുന്ന ശുശ്രൂഷയാണ്. എന്നാൽ ഗുരു ആവുന്ന കർത്താവ് പത്രോസിന്റെ കാല് കഴുകാന്ന് പറഞ്ഞപ്പോ പത്രോസ് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരിക്കലും അങ്ങനെ കഴുകാൻ പാടത്തുള്ള കാര്യമാണ്. അപ്പൊ പത്രോസ് തടുക്കുകയാണ് കർത്താവ്, എന്റെ കാല് കഴുകരുതെന്ന്. അന്നേരം കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിന്റെ കാല് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കാളിത്തമില്ല. പാർട്ണർഷിപ്പ്. അത് അപ്പോ ഈ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പത്രോസ് വിചാരിച്ച പങ്കാളിത്തം എന്ന് പറഞ്ഞത് രക്ഷയുടെ പങ്കാളിത്തം എന്നാണ് വിചാരിച്ചത്. ഉടനെ തന്നെ താൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്റെ കാല് മാത്രമല്ല എന്റെ കൈ മാത്രം, എന്നെ മുഴുവനും കഴുകണമെന്ന്. അപ്പൊ കർത്താവിടെ പറയുന്നത്, നീ മുഴുവനും കഴുകപ്പെട്ടവനായിരിക്കാൻ നിന്റെ കാല് മാത്രം. മുഴുവനും കഴുകപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൻ എക്സറ്റോളിക്കലായിട്ട് അവൻ രക്ഷ പ്രാപിച്ചാണ്. ക്രിസ്തു വിശ്വസിച്ചപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മരണവും ഉയർപ്പിനെയും താൻ ഉൾക്കൊണ്ട അവസ്ഥയിൽ രക്ഷ പ്രാപിച്ചവൻ തന്നെയാണ്. ഈ കോനിയൻ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു വേർഡുകളുണ്ട് അർത്ഥം. പാർട്ണർഷിപ്പ്, കറക്റ്റ്. കൊനോനി എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് ആണത്. നമ്മൾ കറക്റ്റ് ആ വേർഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തിയിൽ നമ്മളും പങ്കാളിയാകുന്നതാണ്. ക്രിസ്തുവിന്റെ രക്ഷയുടേതായ പ്രവർത്തനം താൻ ചെയ്തു തീർത്ത ശേഷം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തക്കവണ്ണം തന്റെ ശരീരമാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് അപ്പൊ ഒന്നായാൽ നിങ്ങൾ പലരായ അപ്പൊ ഒന്നായാൽ അതിൽ പങ്കെടുക്കുന്ന പലരായ നിങ്ങൾ ഒരു ശരീരമാണെന്നും. ഈ ഒരു ശരീരമാണ് ഈ പാർട്ണർഷിപ്പ് ചെയ്യാൻ തക്കവണ്ണമുള്ള കാരണം, അധികാരമുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷക്തൻ എന്ന് പറയുന്നതായ ആ അഭിഷക്തനായ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ശരീരമാകുന്ന അല്ലെങ്കിൽ സഭയുടെ തലയാകുന്ന ക്രിസ്തുവാണ് അഭിഷക്തനായിരിക്കുന്നത്. 133 സങ്കീർത്തനത്തില് അവിടെ പറയുന്നുണ്ട്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമാവുന്നു. അത് അഹരോന്റെ തലയിൽ വീണതായ ആ വിശേഷ തൈലം പോലെ അവന്റെ താടിയിൽ കൂടി ഒഴുകി അവന്റെ ആ റോബിൽ അല്ല പതക്കത്തിലോട്ട് കടന്നു വരികയാണ്. ആ പതക്കം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഗോത്രങ്ങളെ പ്രതിനിധിക്കുന്ന 12 വിശിഷ്ട കല്ലുകളാണ് ആ പതക്കത്തിലുള്ളത്. അപ്പോ തലയിൽ വീണതായ ആ എണ്ണ അഭിഷേക തൈലമാണ് യഹൂദിനും പരിപൂർണമായിട്ട് അഭിഷക്തമായി തീരുന്നത്. ഇത് കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നേടിയതായ അഭിഷേകമാണ് ക്രിസ്തുവിന്റെ ശരീരമായി തീർന്നതായ സഭയിലോട്ട് ആ പെന്തക്കോസ്ത് നാളിൽ ആത്മശാനം എന്നോണം ഒഴുകി വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് അധികാരമുള്ളത്, ശരീരത്തിലാണ് അധികാരമുള്ളത്. വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബൈബിൾ പ്രകാരം ക്രിസ്തുവിന്റെ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ ദൈവത്തെ സേവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്തുവിന്റെ ശരീരബന്ധത്തിലാണ് ആരാധിക്കുന്നതെല്ലാം. റോമലേഖനം 12-ാം അധ്യായത്തിൽ ഏക ശരീരത്തെ കാണിക്കുന്നു, കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം ശരീരത്തെ കാണിക്കുന്നു, കൊളോസ്യ ലേഖനം പറയുന്നു ഒരു ശരീരത്തോട് ബന്ധപ്പെട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷയും ക്രിസ്തു നേടിയ അഭിഷേകം വീണിരിക്കുന്ന അഭിഷേക അധികാരം ആത്മശാനമൊന്നും വീണിരിക്കുന്ന സഭയുടെ അംഗങ്ങളായിട്ടാണ്. അത് കൊളോസ്യനോ അല്ല, അത് കൊരിന്ത്യരോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൃപാവരം പൊതുപ്രയോഗത്തിന് കൊടുത്തിരിക്കുന്നു. ഒരുത്തിന് ഇന്ന ശുശ്രൂഷ വേറെ കൊടുത്തിരുന്നു. പക്ഷേ ഒരാളുടെ ശുശ്രൂഷയെ മറികടിച്ചുകൊണ്ട് കണ്ണിന് ഒരിക്കലും കാലിനോട് പറയാൻ പറ്റില്ല നിനക്ക് എനിക്ക് നിന്റെ വേണമെന്ന്. അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഏക അഭിഷേക അധികാരം ലഭിച്ച ശാനം എന്നോണല്ല ആത്മശാനം ലഭിച്ച ആ ക്രിസ്തുവിന്റെ ശരീരമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഈ കൂട്ടായ്മ ഏക ശരീരം എന്ന അവസ്ഥയിൽ ചെയ്യണം. അതാണ് അപ്പൊ ഒന്നായ പല നിങ്ങൾ ഒരു ശരീരം എന്ന് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ടല്ലോ എന്റെ 16-ാം വാക്യത്തിന്റെ 17-ാം വാക്യം വായിച്ച് 17-ാം വാക്യം, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ഒരു ശരീരം ഉണ്ടാ. ഈ ഒരു ശരീരമാണ് ഈ കൂട്ടായ്മ കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കാൻ നേരത്ത് നമ്മൾ ഈ കൂട്ടായ്മ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഓർക്കുകയും അതോട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ കടന്നു വന്ന ശേഷം അതിന്റെ പശ്ചാത്തലമുള്ളതായ ജീവിതമാണ് ക്രിസ്തുവിന്റെ മേശ കൊണ്ട് കാണിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിത പശ്ചാത്തലമാണ് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കാളിയാകുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? റോമലേഖനത്തിൽ പറയുന്ന പോലെ ലോകത്തോട് അനുരൂപരാകാതെ
മനസ്സ് പുതുക്കി ജീവിക്കുന്ന ജീവിത പശ്ചാത്തലം വേണം ഈ ആരാധിക്കാതെ കൊണ്ട് 10-ാം അധ്യായത്തിൽ കാണുന്നതായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ് 15-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ. അല്ലെങ്കിൽ അയോഗ്യമായതിൽ പങ്കാളിയാവുമെന്ന് പറയുന്നു. അപ്പൊ യോഗ്യത കാണിക്കുന്നത് നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതമാണ് അതവിടെ കാണിക്കുന്നത്. അപ്പൊ പിന്നെ ചോദ്യം ഇപ്പൊ ഉദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ, അപ്പൊ രക്തത്തോടുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ എന്ന് പറയാം. അപ്പൊ എന്താ അവിടെ ശരീരത്തിന്റെ കൂട്ടായ്മ എന്നത്? ശരീരത്തിന്റെ കൂട്ടായ്മ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഫിലിപ്പ് ലേഖനം 1:21 വായിച്ച്. 29. 1:29. അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം ലഭിക്കും. നമ്മൾക്ക് രക്ഷിക്കപ്പെട്ടവർ ഈ ലോകത്തില് ക്രിസ്തുവോട് കഷ്ടം സഹിക്കാനുള്ളതായ വരവുണ്ട്. ഈ വരം എന്തിനാന്ന് വെച്ചാൽ വീണ്ടും ദേശം ലഭിക്കാൻ തക്കുള്ളതായ വരവാണത്. വരം എന്ന് പറയുമ്പോൾ ഒരു അനുഗ്രഹമാണ്. ഈ പണ്ട് മഹർഷിമാരും മറ്റും തപസ്സിരുന്ന് നേടുന്ന ഒരു അനുഗ്രഹമാണ് വരം എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പല പല ഗുണമുണ്ട് അവർക്ക്. അല്ലാണ്ട് വരം വെറുതെ ഒരു വരത്തിന് വേണ്ടിയല്ല, അത് അവർ തപസ്സിരുന്ന് നേടുന്നതാണ്. എന്നാൽ നമ്മൾക്ക് രക്ഷ മാത്രമൊന്നുമില്ല, ക്രിസ്തുവോട് കഷ്ടം സഹിക്കുന്നതിലൂടെയുള്ള വരവാണ്. ഈ കഷ്ടം സഹിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരത്താൽ നമുക്ക് എന്ത് ലഭിക്കുന്നു എന്ന കാര്യം നമ്മൾ റോമാലേഖനം 8:17-18 വായിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാൻ തക്കോണം പറ്റും. ശരീരത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. റോമാലേഖനം 8:17-18 നാം മക്കളെങ്കിലും അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടി കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അവിടെ വരം ലഭിച്ചിരിക്കുന്നത് ക്രിസ്തുവോട് കഷ്ടം സഹിക്കാനാണ്. അപ്പോ അന്നേരം നമുക്ക് എന്ത് ലഭിക്കുന്നു പറഞ്ഞു? തേജസ്കരിക്കപ്പെടേണ്ട. നമ്മൾ കർത്താവോട് കഷ്ടം സഹിക്കുമ്പോഴുള്ള തേജസ്കരണം. അപ്പോ സൗജന്യമായിട്ട് രക്ഷ കിട്ടി, നഷ്ടപ്പെട്ടു പോയ തേജസ് കിട്ടി, സൗജന്യമായിട്ട് കിട്ടി. എന്നാൽ വീണ്ടും ആ തേജസ് വധിക്കാൻ തക്കവണ്ണം ക്രിസ്തുവോട് കഷ്ടം സഹിക്കുമ്പോഴാണ് പറ്റുന്നതാണ്. അതാണ് വരമെന്ന് അവിടെ പറയുന്നത്. ഫിലിപ്പ് ലേഖനം 1:29 പറയുന്ന വരമാണ്. അത് എന്ത് ചെയ്യണമെന്നുള്ള ക്രിസ്തുവോട് കൂടിയുള്ളതാണ്. വീണ്ടും ദേശകാര്യത്തിന് വേണ്ടി ക്രിസ്തുവോട് നമ്മൾ കഷ്ടം സഹിക്കണം. നമ്മളുടെ കഷ്ടപ്പാടിനാൽ നമ്മൾ നേടേണ്ടതായ ആ കാര്യമാണ് ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ. ശരീരത്തിലാണല്ലോ നമ്മൾ കഷ്ടം സഹിക്കുന്നത്. അതാണ് അവിടെ പറയാം. അപ്പോ ക്രിസ്തുവിന്റെ രക്ഷ മാത്രമല്ല അതിലിരിക്കുന്നത്, കഷ്ടം സഹിക്കാനുള്ള വരം. ആ വരമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. എവിടെ വായിക്കുന്നത്? റോമർ 8:17-18. അപ്പൊ ഈ നമ്മള് അങ്കിൾ പറയുന്ന വെച്ച് നോക്കുമ്പോഴത്തേന് നമ്മള് ഈ ശരീരം എന്ന് പറയുന്നത് നമ്മൾ കഷ്ടം കൂടെ സഹിക്കുമ്പോഴാണ് അതിന്റെ കൂടെ ചേരുന്നത്. ശരീരബന്ധത്തിലാണ് കഷ്ടം പറ്റുന്നത്. നമ്മളിപ്പോ പെട്ടെന്ന് കഷ്ടം കാണുന്നത് ശരീരബന്ധത്തിലാണല്ലോ. കർത്താവ് തകർക്കപ്പെടുന്നത് തന്റെ ശരീരത്തിൽ നമ്മുടെ ശിക്ഷയൊക്കെയാണ്. വീണ്ടും അതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നാം പഠിക്കാനുണ്ട്. പക്ഷേ നമ്മളിപ്പോ അതിന് സ്ട്രിക്റ്റ് ആയിട്ട് ഈ മേശയെയും കൂടാതെ തന്നെ കർത്താവിന്റെ അത്താഴത്തെയും മാത്രം ഒതുക്കിക്കൊണ്ട് പറയാൻ തക്കവണ്ണം നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഇപ്പോൾ മേശയുടെ ഭാഗത്തിലെ ചില ഭാഗങ്ങൾ കുറച്ചും കൂടി ആഴമായിട്ട് പോകാൻ തക്കവണ്ണം ഉള്ളത് തന്നെയുണ്ട്. അത് നമ്മൾ ഗ്രഹിക്കണം. ഇതിൻ്റെതായ 2 വശങ്ങളുണ്ട്. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നത് ആത്മീയ തലത്തിലുള്ള കാര്യമാണ്. അതും രക്തത്തോടുള്ള കൂട്ടായ്മയെ കാണിക്കുന്നുണ്ട്. അതോടുകൂടി നിങ്ങൾക്ക് വേണ്ട എല്ലാം ലഭിക്കുന്നത് ശരീരത്തിന്റെ ആവശ്യമാണ്. ഒരു കാര്യം പറയട്ടെ. അപ്പം നമ്മൾ ഈ ആദ്യം കർത്താവിന്റെ മേശ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ കർത്താവിന്റെ അത്താഴത്തിൽ പങ്കാളികളാകാൻ പറ്റുന്നുള്ളൂ. നല്ലൊരു ക്രിസ്ത്യന്റെ പശ്ചാത്തലം വേണം ഈ കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കാൻ. അല്ലെങ്കിൽ അയോഗ്യമാണ് അവിടെ പറയുന്നുണ്ടല്ലോ. കർത്താവിന്റെ മേശ എന്താണ് സത്യം പറഞ്ഞാൽ അറിയാതെയാണ് നമ്മൾ അത്താഴത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ലോകജീവിതം ലോകമയത്തിലായിട്ട് പോകരുത്. ഇതിനകത്തൊരു കാര്യം എന്താണെന്നറിയാം, നമ്മൾ ഈ പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുമ്പോഴത്തേന് ഒരു ഇൻസിഡന്റ് ഉണ്ട്. പലപ്പോഴും ആ സമയങ്ങളിൽ ഇവര് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിന്റെ ലാഭത്തോടുകൂടി അവര് ചെയ്തതായിട്ടും, അതുപോലെ ഇതിന്റെ കാര്യസ്ഥിതി അറിയാതെ ഈ മേശ ആചരിക്കുന്ന ചില എഴുതാൻ തക്കൊണ്ട് സാധ്യതയുണ്ട്. അത് വളരെ ഉചിതമായ ചോദ്യം തന്നെയാണ്. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ 15-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ കൂടി വരുന്നതിന്റെ കാര്യത്തിൽ
ഞാൻ സന്തോഷിക്കുന്നില്ല. അത് അവിടെ ആ ഭാഗം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ എന്നാ ഞാൻ പറയാം. ആ അതിന്റെ 20 വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഉം. ഭക്ഷണം കഴിക്കിയാൽ ഓരോരുത്തൻ താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അതെ, അപ്പൊ യഥാർത്ഥമായിട്ട് ഇതാണ് സത്യം പറഞ്ഞ നമ്മുടെ ടോപ്പിക്കിന്റെ ഇതാണ് ഏറ്റവും വലിയ കഥ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. 11 അധ്യായം തൊട്ട് ഈ ഭാഗത്ത് തൊട്ടാണ് പിന്നെ 11 അധ്യായം ബാക്കി ഭാഗങ്ങളില് ആണ് കർത്താവിന്റെ ആ എന്താ പറയുന്നത്, കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന കാര്യം അപ്പവും വീഞ്ഞും പറയുന്നുണ്ട് അവിടെ. ശരി, പാനപാത്രവും അപ്പവും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് കാരണം എന്താണ്, ഇവര് ഈ കർത്താവിന്റെ അത്താഴം എന്ന് പറയുന്നത് അതിന്റെ ആത്മീയ അർത്ഥം അല്ലെങ്കിൽ ആത്മീയ സത്യം ഉൾക്കൊള്ളാതെ ഒരു ചടങ്ങാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങല്ല ഇത് ശുശ്രൂഷ. ഇതില് ആത്മീയ സത്യം ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യം പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ആദ്യം ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നത്, താൻ ഇത് എഴുതാൻ നേരത്ത് ഈ ചോദ്യം തന്റെ മുമ്പിലുണ്ട്. അതെ, ഈ 11 അധ്യായത്തിലെ ചോദ്യം തന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ 1 കൊരിന്ത്യർ തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഇതെല്ലാം ഇവരുടെ ജീവിത പശ്ചാത്തലത്തിന് യോഗ്യമായ ഒരു പ്രായോഗികമായ കാര്യത്തെ വെളിപ്പെടുത്തുന്നതായ ദൈവീയ ആത്മാവിന്റെ ഒരു പ്രകാശം ക്രിസ്തുവിന്റെ ഈ മേശയോടുള്ള ബന്ധത്തിലും അത്താഴത്തെ ബന്ധത്തിലും പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടം അവരൊരു ഭക്ഷണത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു ഭക്ഷണം അല്ലെങ്കിലും ഹൃദയത്തിൽ ഇവർക്ക് ആ ഒരു ചിന്തയില്ല. നമ്മുടെ ഇന്ന് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇന്നത് ചടങ്ങായിട്ട് പോയി. ഇപ്പൊ നമ്മൾ ചിന്തിച്ച പോലെ ഈ കൂട്ടായ്മ എന്താണെന്ന് അറിയുന്നില്ല. എല്ലാവരും ഉദാഹരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂട്ടായ്മ വെച്ചാൽ രക്ഷിക്കപ്പെട്ട കാര്യം ഓർമ്മ പുതുക്കാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കും. അതിന്റെ യഥാർത്ഥ അർത്ഥം അറിയുന്നില്ല. എന്നാൽ നമ്മൾ ഉത്തരവാദിത്വമാണ് നമ്മൾ അവിടെ കാണുന്നത്. അല്ല, രക്ഷിക്കപ്പെട്ട കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടതിന്റെ ഓർമ്മയല്ല ടേബിൾ എന്നാണോ, അതോ ഉത്തരവാദിത്വം? അല്ല, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മ വിശ്വാസം ലഭിച്ചു, അതിനെ നമ്മൾ ഇന്ന് അപ്പം വീഞ്ഞും കൊണ്ട് ഓർക്കുകയാണെന്നുള്ള ചിന്ത വരും. പക്ഷെ അവിടെ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ എന്റെ ഓർമ്മയ്ക്ക് ഇത് ചെയ്യുന്നല്ലേ, ഓർമ്മക്കായിട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഓർമ്മക്കായിട്ട് ചെയ്യുന്നതായ കാര്യം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വേറെ ആത്മീയ സത്യത്തെയും ഇവിടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓർമ്മക്കായിട്ട് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ മക്കളെന്ന പദവിയിലുള്ളതായ ഒരു ജീവിതമുള്ളവരാണ് ഓർക്കേണ്ടുന്ന കാര്യം. അത് കറക്റ്റാണ്. കർത്താവിന്റെ അത്താഴമാണ് കർത്താവ് പറഞ്ഞ് ഓർക്കണമെന്നുള്ളത്. എന്നാൽ അതിനു മുമ്പേ ലോർഡ്സ് ടേബിൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അത് ഓർക്കാൻ. അതാ പറഞ്ഞത്. അപ്പൊ എങ്ങനെയുള്ള ഒരു ദൈവമക്കളാണ് ഇത് ഓർക്കേണ്ടത്? ഈ ലോകത്തിന്റെ വീട്ടിൽ നടന്നിട്ട് ഉടനെ തന്നെ ഒരു ചടങ്ങായിട്ട് വന്നിട്ട് മുറിച്ച് തിന്നാണല്ലോ പറയുന്നത്. അതിന് യോഗ്യതയുള്ള ആ യോഗ്യതയാണ് പറയുന്നത്. ലോകത്തുള്ള അനുരൂപര അല്ലെങ്കിൽ ഭൂതങ്ങളുള്ളതായ ഒരു കൂട്ടായ്മയെ കഴിച്ച ശേഷം ഭൂതങ്ങളുടേതായ ഇവിടെ മുകളിൽ പറയുന്നുണ്ടല്ല ഈ ബിംബങ്ങളോട് ബന്ധപ്പെട്ടുള്ള പക്ഷെ അതിനോട് ബന്ധപ്പെട്ട് വർഷോപ്പുകളും വേറെ ആത്മീയത്തെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ക്രിസ്ത്യ ജീവിതം ഏത് വിധത്തിലാണോ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദമുള്ള ദൈവം തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടുള്ളതായ ജീവനുള്ള ശരീരത്തിന് യാഗമായ ഒരു ജീവിത പശ്ചാത്തലം വേണം ഈ കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നതായ ആ അത്താഴം കഴിക്കാൻ എന്നുള്ള കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതാണ് 10-ാം അധ്യായം. അപ്പൊ അവിടെ മേശയെ കാണുന്നത്. മേശ വളരെ വ്യക്തമായിട്ട് ക്രിസ്തു ജീവിതത്തെ കാണിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു ക്രിസ്തു ജീവിത പശ്ചാത്തലത്തിലാണ് ഒരുമിച്ച് കൂടി കർത്താവിന്റെ മരണത്തെ ഞാൻ മരണത്തോട് ബന്ധപ്പെട്ടുള്ളതായ നമ്മൾക്ക് അത് ചിന്തിക്കേണ്ടതാണ്. അവിടെ എന്തുകൊണ്ടാണ് ആദ്യം അപ്പം വന്നതെന്നുള്ള കാര്യം, എന്തുകൊണ്ടാണ് അവിടെ ഈ പാനപാത്രം രണ്ടാമത് വന്നിരിക്കുന്ന കാര്യം, അത് വളരെ വ്യക്തമാണ്. അതാണ് നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കണം. അവിടെയാണ് രക്ഷ. പാവത്തിന് ശമ്പളമാകുന്ന മരണം നമ്മളിൽ മാറിയാണല്ലോ രക്ഷ. അത് അത്താഴത്തിലാണ് വെളിപ്പെടുത്തുന്നത്, ഇവിടെയല്ല. വളരെ വസ്തുനിഷ്ഠമായിട്ട് നമ്മളെ വെളിപ്പെടുത്തുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അത്താഴത്തിലാണ് നമ്മളുടെ രക്ഷയോടുള്ള ബന്ധം നമ്മൾ കാണുന്നത്. അവിടെ രക്ഷ എന്ന് പറയുമ്പോൾ റോമലേഖനം 10:9-10 വ്യക്തമായിട്ട് കാണുന്നുണ്ട്. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് പറയണം. അപ്പൊ യേശു എന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ നമ്മുടെ ബലഹീനമായ ശരീരം ആയതുകൊണ്ട്
ന്യായപ്രമാണം നിവർത്തിക്കാൻ തക്കവണ്ണം പറ്റിയില്ല. എന്നാൽ താൻ ബലമുള്ള ശരീരം എടുത്തുകൊണ്ടാണ് ന്യായപ്രമാണം നിവർത്തീകരിച്ചത്. ആ ശരീരത്തിനോടുള്ള ബന്ധത്തിലാണ് അപ്പത്തെ ആദ്യം കാണിക്കുന്നത്. ഞാൻ കർത്താവിന്റെ ന്യായപ്രമാണ സംബന്ധമായ ആ പൂർണ്ണതയിൽ, അല്ലെങ്കിൽ താൻ ന്യായപ്രമാണം നിവർത്തീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമലേഖനം 10:9 വായിക്കുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വായു കൊണ്ട് രക്ഷയ്ക്കായിട്ടും ഹൃദയം കൊണ്ട് നീതിക്കായിട്ടും ചെയ്യാം. അപ്പൊ രക്ഷയ്ക്കായിട്ടെന്ന് പറയുമ്പോൾ ന്യായപ്രമാണ സംബന്ധമായുള്ളതായ പൂർണ്ണത ക്രിസ്തു തന്റെ ശക്തിയുള്ള ശരീരത്തിലാണ് നിവർത്തിയിരിക്കുന്നത്. എല്ലാ ഭാവവും ഉണ്ടെങ്കിലും നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. അതാണ് യേശുവിനെയാണ് നമ്മൾ കർത്താവിനേറ്റ് പറയണം, യേശു ക്രിസ്തുവിനെ അല്ല. അതോടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം തന്റെ ശരീരത്തോട് ബന്ധപ്പെട്ടാണ്. അവിടെ കൊണ്ടാണ് നമ്മൾ ന്യായപ്രമാണ നിവൃത്തീകരണം ക്രിസ്തു ആയിരിക്കുന്നത്. അത് ചെയ്യുന്ന, അതിനാൽ ജീവിക്കുന്ന പറഞ്ഞാൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത്, ആ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യം ക്രിസ്തു വിശ്വസിച്ചപ്പോൾ ആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് രക്ഷ കിട്ടി. പിന്നെ രക്ഷ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം പ്രമാണങ്ങളെ മാറ്റി കഴിഞ്ഞു. ഹൃദയം കൊണ്ട് നീതിക്കായിട്ട് വിശ്വസിച്ചു. നീതി? റോമലേഖനം 10:4 പറയുന്നവർ വിശ്വസിക്കുന്ന നീതി ലഭിക്കട്ടേന് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം വരുത്തിക്കൊണ്ടുള്ളതായ നീതിയായിരിക്കാൻ ഇനി ന്യായപ്രമാണ സംബന്ധമായിട്ട് നമ്മുടെ രക്ഷ സംഭരിക്കുന്നത് ക്രിസ്തു പ്രമാണം മാറ്റിയതായ നീതിയിലാണ്. ഞാൻ ഒരിക്കലും ഒരു ചോദിച്ചത് ഈ പ്രമാണത്തോട് ബന്ധമില്ല. അപ്പൊ ഈ കർത്തൃമേശ എന്ന് പറഞ്ഞ ഒരു പ്രമാണമാണോ എന്ന് പറയാൻ പറ്റുമോ? കർത്തമേശം പ്രമാണമല്ല. അല്ല, കർത്തമേശം പ്രമാണമല്ല. പ്രമാണങ്ങൾ നിവൃത്തിയിരിക്കുന്ന കാര്യം വെളിപ്പെടുത്തുന്നത് മാത്രം. മരണം ചില ഈ ക്രിസ്തുവിന്റെ മരണത്തിൽ പ്രസ്താവിക്കാൻ പാവത്തിന് ശമ്പളം മരണം, അത് മാറിയിരിക്കുന്നു. ചിലവര് വ്യാഖ്യാനപ്പെടുന്നത് ന്യായപ്രമാണം മാറി ഇത് വേറൊരു പ്രമാണം നമുക്ക് തന്നിരിക്കുന്നു ചിലവര് ഇത് എങ്ങനെയാ പറയാ, കൽപ്പന നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന. രക്ഷിക്കപ്പെട്ടവര് സ്ഥാനപ്പെടുക എന്നാണ് കർത്താവിന്റെ കൽപ്പനയാണ്. പിന്നെ അപ്പം വരും ആഴ്ചവട്ടം ഒന്നാമായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ ഈ കാലക്രമേണ അത് ചിന്തിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾക്കൊരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നാം പൂർണ്ണമാക്കിയിട്ടത്. രക്തത്തെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആ രക്തത്താലാണ് ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഞാനും മുമ്പ് പറഞ്ഞല്ലോ, എങ്ങനെ പറയുന്നത്, അതിനോട് നമ്മൾ പങ്കാളിയാണെന്ന് പറയാം. പാർട്ണർഷിപ്പാണ്. അപ്പോ എനിക്ക് രക്ഷ വിളവച്ചിരിക്കുന്നു. ഇനി ആ രക്ഷ മറ്റുള്ളവർക്കും കർത്താവിന്റെ സ്ഥാനം നിന്നുകൊണ്ട് ഞാൻ കൊടുക്കാന്ന് പറയുന്ന ആ ജോലി ചെയ്യാൻ തക്കൊണ്ട് ഞാൻ അർഹനാണെന്നാണ് അവിടെ കൂട്ടായ്മ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ വാക്കിനുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, ചിലവർ സുവിശേഷം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, സുവിശേഷം പറയുന്നതുകൊണ്ട്, അല്ലാതെയും നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പറയുന്നത്, സംസാരിക്കുന്ന ഒരു പത്രമായി നമ്മൾക്ക് സുവിശേഷം പറയാൻ പറ്റും. നമ്മുടെ ജീവിതം മാത്രം മതി. ഒരു സഹോദരിക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലും സുവിശേഷന്റെ പ്രാർത്ഥന, സുവിശേഷം കടന്നു പോകുമ്പോൾ അവർക്ക് പിൻബലമായിട്ട് സഹോദരിക്ക് പ്രാർത്ഥിക്കാം. അതും കർത്താവിന്റെ മേഖലയോട്ട്. അപ്പോ ഞാൻ ആ മേശയിൽ പങ്കാളിയാൻ നേരത്ത്, അത് കുടിക്കാൻ നേരത്ത് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവളാണോ എന്ന് നമ്മെ ഓർപ്പിക്കുന്നതാണ് ആ വീഞ്ഞ് കഴിക്കാൻ നേരത്ത്. ഉത്തരവാദിത്വം നമ്മെ ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്ത ഉത്തരവാദിത്തത്തിൻ്റെതായ ശോധന കഴിക്കുന്നതാണ്. അതാണ് അവിടെ വ്യക്തമാക്കുന്നത്. ചടങ്ങാകരുത്. അതുകൊണ്ട് ഈ പാനപാത്രത്തിന് പങ്കാളിയാകുമ്പോൾ ഞായറാഴ്ച തോറും നമ്മളൊരു ഉത്തരവാദിത്തത്തിന്റെ അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മൾ സാത്താന്റെ അടിമയാണെങ്കിൽ ഇന്ന് നമ്മൾ ആരുടെ അടിമയാണ്? കർത്താവിന്റെ അടിമത്വം എന്ന് പറഞ്ഞാൽ ഇത് നല്ല സ്വാതന്ത്ര്യമുള്ള അടിമയാണ്. അവനടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം. ഇത് സ്വാതന്ത്ര്യ അടിമയാണ്. കൂടാതെ തന്നെ ഈ അടിമത്വം കീഴിൽ പ്രതിഫലം, സമൃദ്ധിയായിട്ടുള്ള പ്രതിഫലം. അതാണ് അവരോട് കഷ്ടതയ്ക്കുമ്പോൾ അവരോട് തിരസ്കരിക്കപ്പെടുന്നു. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം കൂടെ വായിക്കാം. ആ കഷ്ടാനുഭവത്തിൽ 2 കൊരിന്ത്യർ 4:17 വാക്യം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ കഷ്ടം സഹിക്കാൻ തക്കൊണ്ട് വരം ലഭിച്ചിരിക്കുന്നു. അത് ഞൊടി നേരത്തേക്കുള്ള ഈ ലോകത്തിന് മാത്രമേ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകരം കർത്താവ് ദേശം നൽകി. സകലത്തിന് ആക്കും സകലത്തിന് കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ ദേശം നടത്തുന്നതിന് തങ്ങളുടെ രക്ഷാനായനെ കഷ്ടാനുഭവങ്ങൾ നയിച്ചു. ആ കഷ്ടാനുഭവങ്ങളാണ് ആദം നഷ്ടപ്പെട്ടു ദേശം നമുക്ക് തിരിച്ചു നൽകിയിരിക്കുന്നത്. എന്നാൽ അവരുടെ കഷ്ടം സഹിക്കുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള അവരോടുള്ള കഷ്ടം
ഞങ്ങൾക്ക് അത്യന്ത അനവധിയായ തേജസ്സിന് നിത്യഗണം. അപ്പോൾ കർത്താവ് സൗജന്യമായി നേടിയതായ ആ തേജസ്സിന്മേൽ നമ്മൾക്ക് അശ്രയിക്കാനുള്ളതായ വരമുള്ളതുകൊണ്ട് ആ വരം ഉപയോഗിക്കുമ്പോൾ വീണ്ടും തേജസ് ലഭിച്ചു, അതേ രൂപത്തോട് നാം അനുഭവമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരാധന പറഞ്ഞത് നിസ്സാര കാര്യമാണോ? ആ റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റവും ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇത് അപ്പത്തിനോട് ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അവിടെ കഷ്ടം സഹിക്കുന്ന കാര്യമാണ് ശരീരത്തെ കാണിക്കുന്നത്. ശരീരയുടെ ബന്ധം. അതായത് രക്ഷയോടുള്ള റെസ്പോൺസിബിലിറ്റിയും കഷ്ടം സംഭവിക്കുന്ന റെസ്പോൺസിബിലിറ്റി ചേരുന്നതാണ് ആ ഒരു വേറൊരു കാര്യമുണ്ട് അത്. അതാ പറയുന്നത്. അപ്പൊ പലരും നിങ്ങൾ ഒന്നാകെ സഭയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് എനിക്ക് തനിച്ച് ചെയ്യാനുള്ള ഉദ്ദേശമില്ല. സഭയിലാണ് അഭിഷേകം നിൽക്കുന്നത്. ആത്മശാനം എന്നോണം സെവറൽ അനോയിന്റിങ് ഇല്ല. ബൈബിൾ പ്രകാരം പറയുന്നു, അവനാൽ നേടിയ അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്ന് ഫിലിപ്പി ലേഖനം 2 അധ്യായത്തിന്റെ 18 സഭയിലാണ് അഭിഷേകം ഉള്ളത്. ആ ഇവിടെയാണ് ക്രിസ്തുവിന്റെ ശരീരത്തിലാണുള്ളത്. എന്റെ എങ്ങനെ പറയുന്നത്? ഒന്ന് വായിക്കാം. എന്താണ് എഫെസ്യ ലേഖനം 1:23 വാക്യം ഒന്ന് വായിച്ച്. എല്ലാറ്റിലും എല്ലാം നിറവിനായിരിക്കുന്ന ഒന്ന് ശരിക്കും വായിക്കും വാക്യം. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോ ഈ നിറഞ്ഞിരിക്കുന്ന എന്തുകൊണ്ട്? അഭിഷേക അധികാരത്താൽ ആ സർവലൗകികമായ സഭ ഒരിക്കലായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. നിറഞ്ഞിരിക്കണം. അങ്ങനെ അഭിഷേകാധികാരം നിറഞ്ഞിരിക്കുന്നവന്റെ തലയായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ തലയിൽ നിന്നുള്ള അഭിഷേകം ഈ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. അഹരോനിൽ വീണതായ ആ അഭിഷേക തൈലമാണ് അഹരോൻ പ്രതിനിധീകരിക്കുന്ന ഇസ്രയേലിനെ മുഴുവൻ അഭിഷക്തരാക്കിയിരിക്കുന്നത്. വ്യക്തമായിട്ട് വരുന്നത് 130 സങ്കീർത്തനം ഇതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ മൂലം ലഭിച്ചിരിക്കുന്നതായ അഭിഷേകം അത് ആത്മശാനോളം വസിക്കുന്ന സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. ഈ ശുശ്രൂഷ ചെയ്യാൻ തക്കുന്ന അധികാരമുള്ളൂ. രാജീയ പുരോഹിതന്മാരായിരിക്കുന്നു. എങ്ങനെയാ അവിടെ കണക്റ്റീവ് പറയുന്നത്? അന്ധകാലത്ത് അത്ഭുത പ്രവേശകന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കോണം നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ വംശവും സ്വന്തം. നിങ്ങൾ നീ എന്നവിടെ പറയുന്നില്ല, അവിടെ പൂർണ്ണ ഉപയോഗിക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. സ്വന്തം ജനം എന്ന് പറയുന്നത് അവിടെയും പ്ലൂരൽ കൊടുക്കുക. സഭയെ വെളിപ്പെടുത്തുന്നു. ഈ സഭ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ റോമാലേഖനം 12 കാണുന്നതായ കൃപാവരത്തിന്റെ കാര്യം. ഒരു ശരീരമാവുന്നു. ഒരു ശരീരത്തിൽ പല പല കൃപാവരമുണ്ട്. കൊരിന്ത്യത്തിൽ പറയുന്നുണ്ട്, ഒരു ശരീരമാവുന്നു. ഏകാത്മ ക്ഷാനത്താലും ഏകാത്മ പാനത്താലും ഏക ശരീരമാവും. യവനാട്ടെ യഹൂദനാട്ടെ ഒരു വ്യത്യാസം, ഒരു ശരീരമാണ്. ഈ ശരീരത്തിലാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം നൽകുന്നത്. പൊതു പ്രയോജനത്തിനായിട്ടാണ് ഓരോ കൃപാവരം നൽകുന്നത്. എനിക്ക് വേണ്ടി ഒരു കൃപാവരം എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല, സഭയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ സഭ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണെന്നുള്ള അവസ്ഥയിൽ തന്റെ ശുശ്രൂഷ ലോകത്തോട് എത്തിക്കാനാ. ഇന്ന് സഭയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷം ഘോഷിക്കാൻ. ഞാൻ അതിൽ ഭാവപ്രാകുമ്പോൾ സുവിശേഷനായിട്ടാണെങ്കിൽ സുവിശേഷന് മാത്രമല്ല എല്ലാവർക്കും സുവിശേഷം പറയാം. അല്ലാതെ സുവിശേഷന് മാത്രമേ കാണണമെന്നില്ല. അവസരം ഉണ്ടെങ്കിൽ സുവിശേഷം പറയാതെ ഒരുങ്ങിയിരിക്കണ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ലോർഡ്സ് ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി അറിയാതെ നമ്മൾ ലോർഡ്സ് സപ്പറിലോട്ട് പോകുന്നതിൽ ചടങ്ങാണ്. അതാണ് അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെ? പലപ്പോഴും നമ്മൾ ആ റെസ്പോൺസിബിലിറ്റിയിലോട്ട് ചെയ്യാതെ നമ്മളൊരു നേരെ ഡയറക്റ്റ് ആ സപ്പറിലോട്ടാണ് പോകുന്നത്. അത്താഴം പോയി അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. എന്താണ് അത്താഴത്തിൽ അറിയില്ല. ഇവിടെ ഈ രണ്ട് അപ്പൊ ആദ്യം പറഞ്ഞതും അപ്പൊ രണ്ടാമത് വരുന്നതായിട്ടുള്ളത് ആ വ്യത്യാസം പോലും കഴിച്ചിട്ടില്ല ആൾക്കാർ. കഴിച്ചിട്ടില്ല. ഇത് അങ്ങനെ ആരും ഇതിനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. പല ദൈവദാസന്മാരും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയാൻ നമ്മൾ ഭാഗം പല ദൈവദാസന്മാരും അതിന് അറിയപ്പെടാത്ത പല ദാസന്മാരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും ഓർപ്പിക്കാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇത് നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ഞായറാഴ്ച കൊണ്ട് ചെയ്യുന്ന ഈ ശുശ്രൂഷ നമ്മളുടെ ഉത്തരവാദിത്തത്തെ നമ്മൾ പുതുക്കുകയും അതിനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെ ജീവിച്ചു എന്ന കാര്യം മേശ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ 1 വീക്കിൽ ഇല്ലാതെ നമ്മൾ അത് ചെയ്യുന്നത് 100% തെറ്റാണ്. അത് വെറും അത് ജാതി ചെയ്യുന്ന പോലെ. അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ ജാതി ആയിരുന്നപ്പോ കുർബാന കാണാൻ പോകുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. എനിക്കറിയില്ല എന്താ ചെയ്യണത്, ആരും എന്താണ്ട് ചെയ്യേണ്ട. അതിന് നമുക്ക് കൂടി അതാ ഒരു മതപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് അവർക്കുള്ളത്.
അല്ല അതെന്താണോ അത് ബൈബിളിന്റെ അടിസ്ഥാനമാണോ എന്ന് ചോദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അന്ന് നിങ്ങൾ ഈ സപ്പറിന് വരുന്നതിന് മുമ്പേ എന്തിന് വരുന്നു എന്നുള്ളത്, കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വേണമെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറയണത് നിങ്ങൾ അത് പറയുന്ന നോക്കി, നിങ്ങൾ ഏതാണ് ആ വാക്കൊന്ന് വായിച്ചു, 20 വാക്കൊന്ന് വായിച്ച് 11 ഒന്ന് വരുന്നില്ലല്ലേ? ആ 1 കൊരിന്ത്യർ 11 20 വാക്യം. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തരും താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. കർത്താവിന്റെ അത്താഴത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഉൾക്കൊണ്ടുള്ളതായ കാര്യങ്ങളല്ല അങ്ങ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളും ചെയ്യുന്നത് തന്നെയാ. അതാണ് ഇപ്പൊ നമ്മൾ ഒന്നും കൂടി വചനപ്രകാരം ശോധന ചെയ്തത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ കർത്താവ് ഇപ്പൊ പറയും, പറയും നിങ്ങൾ ചെയ്യുന്ന കാര്യം കർത്താവിന്റെ അത്താഴമല്ല, ഇത് ചടങ്ങാണ്. ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സത്യം നിങ്ങൾ ഉൾക്കൊള്ളാതെ ഇത് ചടങ്ങുകൊണ്ട് ചടങ്ങാണ് എന്ന് പറയുന്നത്. നമ്മൾ അത്താഴ വിശേഷം വായിക്കുന്നുണ്ടല്ലോ 7-ാം അധ്യായത്തില്. അന്നാളിൽ എൻ്റെ അടുത്ത് ചിലർ എന്ന് പറഞ്ഞു, ഞാൻ അത്ഭുതം ചെയ്തല്ലോ, ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ, അത് ചെയ്തല്ലോ. അപ്പൊ താഴെ പറയുന്നുണ്ട്, എന്റെ വചനത്തിന്മേൽ പണിയാത്ത എല്ലാ പണിയും അത് തകർന്നു പോകും. അത് വെറും മണലിൽ പണിതാണ്. എന്നാൽ എന്റെ വചനപ്രകാരം പണിതാണെങ്കിൽ പാറമേൽ പണിതാണ്, അതിന് പ്രതിഫലം ഉണ്ടാവും. അപ്പൊ ഈ പാറമേലില്ലാത്ത പണിയാണ് നമ്മൾ ഞായറാഴ്ചയോളം ചെയ്യുന്നത്. അതിൽ ഉൾക്കൊണ്ടതായ ഒരു ജീവിത പശ്ചാത്തലമല്ല. 10-ാം അധ്യായത്തിൽ കാണുന്ന ഒരു മേശ നിങ്ങൾക്കില്ല. നമ്മൾ ഭൂതത്തിന്റെ മേശയുള്ളതായി ക്രിസ്തു നയിച്ചിട്ട് കർത്താവിന്റെ ആ മരണത്തെ പ്രസ്താവിക്കാൻ പറ്റില്ല. ലോക വ്യവസ്ഥയിൽ ലോകത്തിനു ഉപരായിട്ട് ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ അപ്പവും വീഞ്ഞും നമ്മൾക്ക് പങ്കാളിയാൻ പാടില്ല, അല്ലെങ്കിൽ അവന്റെ മരണത്തെ പ്രസ്താവിക്കാൻ തക്കൊണ്ട് പാടില്ല. അവിടെ പറയുന്നുണ്ട്, അത് അയോഗ്യമായ ഒരു വരവാണ്. ഇത് നിമിത്തം നിങ്ങൾ ചിലവര് രോഗികള് അകാല മരണം സംഭവിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ ലോകത്തോട് വിധിക്കാതിരിക്കാൻ തക്കോണമാണ്, നരകത്തോട് വിധിക്കാൻ തക്കോണം അല്ല. ലോകത്തോട് എന്ന് വെച്ചാൽ എന്നാൽ ബാലശിക്ഷ എന്നാ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവ നിങ്ങളുടെ ജീവിതമാണെങ്കിൽ ബാലശിക്ഷ വരുന്നുണ്ട്. നമ്മൾ ശോധന ചെയ്യണം, നമ്മളുടേതായ രോഗങ്ങളും മറ്റും എല്ലാം ശോധന ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ആണെന്നല്ല പറയുന്നത്, രോഗം അങ്ങനെയാണെന്നല്ല അതിന്റെ അർത്ഥമാക്കുന്നത്. നമ്മൾ ശോധന ചെയ്യണം. പല പല ഭാഗങ്ങളോട് ബന്ധപ്പെട്ട് പറയാനുണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ. നിങ്ങളുടെ ഇടയിൽ ഒരു രോഗിയാണെങ്കിൽ നിങ്ങൾ അവൻ എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ തക്കും. എണ്ണ പൂശി എന്ന് പറഞ്ഞാൽ വേറെ വിഷയം, ആ വിഷയത്തിൽ പോകുന്നില്ല. അവൻ പാവം ചെയ്തിട്ട് അവരോട് കൊടുക്കുമെന്ന് അവിടെ പറയുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ. അപ്പൊ അവനെ ബോധ്യപ്പെടുത്തുക, നീ നമ്മ വല്ല പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയായിട്ടാണ് നമ്മ വേണ്ടവര് പറഞ്ഞു മനസ്സിലാക്കണം. കുറ്റപ്പെടുന്നവരല്ല. അതാണ് എണ്ണ പൂശ എന്ന് പറയുന്നത്. അപ്പൊ അവന് ബോധ്യം വരുമ്പോ ഏറ്റു പറയുമ്പോ സൗഖ്യം ലഭിക്കുന്ന അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെയാണ് 103-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അവൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങൾ സൗഖ്യമാക്കുന്നു. അപ്പൊ അകൃത്യം മൂലമുള്ളതായ രോഗമാണ് ഇവിടെയുള്ളതായ കാര്യം മനസ്സിലാക്കിയ. എനിക്ക് എല്ലാ രോഗവും അകൃത്യമുണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. ഒരു കുഷ്ഠരോഗിയോട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, 10 ദിവസം മറ്റും ചോദിക്കാൻ നേരത്ത്. ആ കുഷ്ഠരോഗിയുടെ ഒരു കണ്ണുപൊട്ടിനെ കുറിച്ച്, അവൻ ആ കണ്ണുപൊട്ടായ അസുഖം അത് വന്ന് ജന്മം വന്നിരിക്കുന്നത് അവന്റെ പാവമൂലം അവന്റെ പിതാക്കന്മാരെ മൂലം. കർത്താവ് പറഞ്ഞ് അവന്റെ പിതാക്കന്മാരുടെയോ അവന്റേതായ പാവം കൊണ്ടല്ല, എന്നാൽ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം അത്രയെന്ന് പറയുന്നു. അപ്പൊ ദൈവനാമം മഹത്വത്തിന് വേണ്ടിയിട്ട് രോഗം ഉണ്ടെന്നും ബൈബിളിൽ പറയുന്നുണ്ട്. പിന്നെ പൗലോസ് അപ്പോസ്തലന് വലിയ ശൂരമാകുന്ന രോഗം എന്ന് പറയുന്നു. അത് മാറാൻ തക്കവണ്ണം പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ വേണ്ടമ്മ മാറ്റില്ല, എന്റെ കൃപ മതി. നീ നെഗളിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം ചില രോഗം വരുന്നുണ്ട്. ഒരു മിനിറ്റ്, ഈ സെക്ഷൻ അവസാനിപ്പിച്ച് നമുക്ക് അടുത്തൊരു അതെ